ക്രൈസ്തവ ലോകത്ത് മലയാള ദേശത്ത് ദുഃഖവെള്ളിയെന്നും ആംഗലേയ ഭാഷയിൽ ഗുഡ് ഫ്രൈഡേ എന്നും അറിയപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ചരിത്ര ഓർമ്മയെ ആവർത്തിച്ച് ഓർപ്പിക്കുന്ന ഒരു അനുഗ്രഹീതമായ ദിവസമാണ് നാളെ ലോകം ആഘോഷിക്കാനായിട്ട് പോകുന്നത്. ദൈവപുത്രനായ യേശുക്രിസ്തു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി പാപരഹിതനായി ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച ശേഷം മനുഷ്യവർഗത്തിന്റെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി മരണം സഹിച്ച ദിവ്യമായ ചരിത്ര അനുഭവത്തെ ആ ദിവസം അനുസ്മരിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിധം ക്രൂശീകരണമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 27:35 തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ ക്രൂശിച്ചു എന്ന് നാം വായിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ മനോഹരമായ ഒരു ചിത്രം സംഖ്യാപുസ്തകം 21:8 നാം വായിക്കുന്നുണ്ട്. ഇസ്രയേൽ മക്കൾ സർപ്പദംശനം ഏറ്റ് മരിച്ചു വീഴുമ്പോൾ ആ സർപ്പത്തിന്റെ വിഷ നിമിത്തം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം ഒരുക്കിയ ഒരു രക്ഷാമാർഗം മോശ മുഖാന്തരം ഒരു താമര സർപ്പത്തെ മരുഭൂമിയിൽ ഒരു പോസ്റ്റിൽ ഉയർത്തി. കർത്താവായ യേശുക്രിസ്തുവും ഇങ്ങനെ പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവന്റെ മരണം ലോകചരിത്രത്തിലെ ഏറ്റവും നീചമായ ഒരു മരണമായിരുന്നു. ഇബ്രാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് നാം വായിക്കുന്നു. അതുപോലെ യേശുക്രിസ്തുവിന്റെ മരണം ഒരു ശാപ മരണമായിരുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന് നാം വായിക്കുന്നു. എന്താണ് ദുഃഖവെള്ളിയുടെ സന്ദേശം? കർത്താവായ യേശു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ശിക്ഷ ചുമന്നുകൊണ്ട് മരക്കുരിശിന്മേൽ ക്രൂശിതനായി പാപത്തിന്റെ ശിക്ഷാവധിയിൽ നിന്ന് മനുഷ്യവർഗത്തിന് രക്ഷ ഒരുക്കിയിരിക്കുന്നു. ഈ വലിയ സന്ദേശമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ക്രൂശ് ദൈവസ്നേഹത്തിന്റെ പ്രദർശനവേദിയാണ്. ക്രൂശ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ശത്രുത നീക്കപ്പെട്ട സ്ഥലമാണ്. ക്രൂശ് ദൈവം മനുഷ്യനുമായി തന്റെ സ്നേഹം പങ്കിട്ട അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. ശത്രുത ക്രൂശിൽ നീക്കപ്പെട്ടു, സമാധാനം സ്ഥാപിക്കപ്പെട്ടു, ദൈവത്തോട് നിരപ്രാപിച്ചു, ദൈവസ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടു. അത് ദുഃഖവെള്ളി നമ്മെ രക്ഷിതാവിനെ കാണ പാപി